മിന്നും പൊന്നും ഇന്ന് എൻ്റെ കൂടെ പുല്ല് പറിക്കാൻ കൂടെ ഇന്ന് കൂടിയതാ. ഇന്ന് അച്ഛനും മക്കളും എല്ലാരും കൂടെ അച്ഛനും മക്കളും എല്ലാരും കൂടെ മുളക് ചെടിയുടെ ഇടയിലൊക്കെ മുളക് ചെടിയുടെ ഇടയിലെല്ലാം പുല്ല് കയറി പുല്ലൊക്കെ വൃത്തിയാക്കി. നമ്മള് മാത്രല്ല നമ്മുടെ കൂടെ ആനിമോളും കൂടെ. ഈ സാധനം കണ്ട, ഇതാണ് ഇത് പൂവുണ്ട് കണ്ടു. ഇത് തേനൊക്കെ ഉണ്ട് കേട്ടോ. ചിലപ്പോ ഇതിന്റെ അകത്ത് തേനില്ലായിരുന്നെങ്കിൽ നമ്മൾ എന്തോ ഇവിടെ ഒരിക്കൽ പയർ നട്ടതാ, പക്ഷെ അത് എല്ലാം മുഞ്ഞ കയറിപ്പോയി. ഇനിയിപ്പോൾ അടുത്ത് അവിടെ അല്ല തേൻ കുടിക്കാൻ വന്നതാ. ഇവിടെയൊക്കെ 2 മാസം ആയില്ല ഇവിടെയൊക്കെ വൃത്തിയാക്കിയിട്ട്. കാട് കയറി ഭയങ്കര കാടായി. അവിടെ ഒരു ചെറിയ നെറ്റൊക്കെ കെട്ടിയിട്ടുണ്ട്. അവിടെ കൂടെ പോവാൻ പറ്റില്ല, അവിടെ പുല്ലാണ്. അപ്പൊ ഇതിൽ എങ്ങനെയെങ്കിലും പിന്നെ നെറ്റിന്റെ ഇടയിൽ പോരുത്, കാല് തട്ടും. അത് പുല്ല് പറിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ച് പാവലിൻ്റെ തൈയൊക്കെ ഇരിപ്പുണ്ട്. അതൊക്കെ ഇവിടെ നടണം. 5-6 പയറും എല്ലാം കൂടെ നടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അടുത്തത്. പതുക്കെ ഓരോ സ്ഥലമായിട്ട് വൃത്തിയാക്കി എടുക്കുക. ഓരോ സ്ഥലമായിട്ട് അവിടെ ഫുള്ള് പുല്ല് വൃത്തിയാക്കി എടുക്കുക. ഇതെങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പറിച്ചെടുക്കാം. പക്ഷേ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കൈ കൊണ്ട് പറിക്കാനായിട്ട്. ഇവിടെ അത്രയും വയലാണ്, അത് കാരണം പെട്ടെന്ന് ഇവിടെ കുറേ നട്ടിരുന്നു. പന്നി മറിച്ചിട്ടിരിക്കുന്നുണ്ടോ? ഇനി ഇത് മാത്രമുണ്ട് ബാക്കി. ഈ കാടിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരു മൽബറി ഒരുവിധം ഇപ്പം നല്ല റെഡിയായിട്ട് വരുന്നുണ്ട്. ഇനി കുറച്ച് മണ്ണൊക്കെ കൂട്ടി എന്തെങ്കിലുമൊക്കെ വളമൊക്കെ ഇട്ട് കൊടുക്കണം. ഇച്ചിരി കാട്ടിൻ്റെ ഇടയിൽ നമ്മൾ ആനക്കുട്ടി ഇരിക്കുന്നുണ്ടോ? അത് കണ്ടോ, ഇത് ചാലാണ്. ഇവിടെ എപ്പോഴും ഇങ്ങനെ വെള്ളവും പിന്നെ ഒരിടത്തു നിന്നൊക്കെ എടുത്തെറിയുന്ന പ്ലാസ്റ്റിക്കും എല്ലാം കൂടെ ഇങ്ങനെ വന്ന് ഇതിവിടെ അങ്ങറ്റം ഇങ്ങറ്റം വെള്ളം നിൽക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇതാ മിന്നു മതിയാക്കി ഇതാ ഓടുകയാണ്. അപ്പം നമ്മൾ ഇനി അടുത്ത് നടാനുള്ള തയ്യാറെടുപ്പ് എടുക്കട്ടെ.